ഇതിന് പരാതി എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, പരാതിയൊന്നുമില്ല. നിങ്ങൾക്ക് പരാതിയില്ല? പരാതിയില്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ, പ്രണവ്, മൃദുല, അതുപോലെ തന്നെ പ്രണവിന്റെ അച്ഛനും അമ്മയും അവർ തമ്മിലുണ്ടായ പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ ഫാമിലി മൊത്തത്തിലുള്ള ഒരു വീഡിയോസ് കാണാതെ പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു. ഈവൻ മൃദുലയുടെ ഡെലിവറി ടൈമിൽ പോലും ഫാമിലിനെ കണ്ടിട്ടില്ലല്ലോ, കൊച്ചുമുട്ടുള്ള വീഡിയോസ് ഒന്നും കാണുന്നില്ലെന്ന് ഒരുപാട് പേര് അന്വേഷിച്ചു. ലാസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പ്രവീൺ എത്തുകയായിരുന്നു. അവർ തമ്മിൽ പ്രശ്നമുണ്ടായി. ഇപ്പോൾ അവർ വേറെയാണെന്നുള്ള രീതിയിലുള്ള സംസാരം, അവർക്ക് ഒരു അഡ്രസ്സ് പോലും ഒന്നും ഇല്ലെന്നുള്ളൊരു ടോക്കൊക്കെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രണവും അച്ഛനും അമ്മയും കൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അവരിന്ന് കരഞ്ഞുകൊണ്ട് അവരാരും ഇറക്കി വിട്ടതല്ല, അവർ തന്നെ പോയതാണ്, അവർ തിരിച്ചെപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പ്രവീണിനെതിരെ തിരികെയും അപ്പോൾ പ്രവീണും മൃദുലയും കൂടെ അടുത്ത വീഡിയോ ഇറക്കുകയും ചെയ്തു. ഇതൊരു സീരീസ് പോലെ അവർ തുറന്നുകൊണ്ടിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ അവർ കുറേ തെളിവ് സഹിതം പ്രൂഫ് സഹിതമാണ് പ്രവീണും വൈഫായിട്ടുള്ള മൃദുലയും വന്നത്. അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നായിരുന്നു അവർ അതിൽ പറഞ്ഞത്. ഈവൻ അവർക്കേറ്റ മർദ്ദനത്തിന്റെ പാടുകളും അതിന്റെ കാര്യങ്ങളെല്ലാം അവർ അത് പറയുന്നുണ്ട്. അപ്പം മൃദുലയ്ക്ക് വരെ അവരിൽ നിന്നും കുറേ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവരുടെ രീതിയിലും കേസിന് പോകുകയോ സംഭവം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ ഭയങ്കര റീച്ച് നേടിയിരുന്നു. ഈ പ്രവീണും മൃദുലയും കൂടി ഇരുന്ന് വിത്ത് പ്രൂഫ് വന്നിരുന്ന് സംസാരിച്ച വീഡിയോ യൂട്യൂബിൽ ഭയങ്കര വൈറലാവുകയും ഒരുപാട് പേര് അത് ഏറ്റെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്നും എനിക്ക് തോന്നിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ പ്രവീണിനെ മൃദുലയെ ഒരു മർദ്ദിക്കുന്നു? പ്രവീണിനെ മർദ്ദിച്ച സമയത്ത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് മൃദുലയെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ മർദ്ദിച്ചതെന്നുള്ളൊരു റീസൺ? അത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല. എന്തോ വീഡിയോ എടുക്കുന്നത് സംബന്ധിച്ചുള്ള ഇഷ്യൂ ആയിരുന്നു എന്ന് മാത്രം പറയുന്നത്. വട്ടവർ അത് അവരൊരു കേസായിട്ട് പോകും, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരൊരു കേസ് കൊടുക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരു വീഡിയോ ഇവരെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ്സിലെ ഒരു അധികാരി എന്നുള്ള രീതിയിലാണ് ഒരു സ്ത്രീ ഇവരെ വിളിക്കുന്നു, പ്രണവിനെയും പ്രവീണിനെയും വിളിക്കുന്ന ഒരു വീഡിയോ ആക്കിയിരുന്നു. അപ്പോൾ ആ വോയിസ് വിത്ത് വോയിസ് റെക്കോർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി രണ്ടുപേരും സൈഡിൽ നിന്നുള്ള കാര്യം, രണ്ടുപേർക്കും പരാതിക്ക് പോകാൻ താല്പര്യമെന്നും എന്താ സംഭവിച്ചെന്നുള്ള ഒരു വീഡിയോ എടുത്ത് അവരങ്ങ് മഴവിൽ കേരളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അറിയാൻ സാധിച്ചത് അതിനുശേഷം ഈ പ്രവീണും പ്രണവും അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് അവരിട്ട 2 വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് പ്രവീൺ കൊടുത്തിരിക്കുന്ന കേസാണ്. അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വോയിസ് കട്ട് ചെയ്ത് മഴവിൽ കേരളം എന്നുള്ള ഒരു ചാനൽ യൂസ് ചെയ്തു. അല്ലെങ്കിൽ അവർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ കോൾ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇടാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതിന്റെ എതിരായിട്ടുള്ള ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് മൊത്തത്തിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആലോചിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയാതെ വയ്യ. കാരണം ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരാളുടെ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അവർ റെക്കോർഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അനുവാദം അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ ഇടാൻ പറ്റില്ല. അപ്പോൾ ആ ചെയ്തത് വളരെ തെറ്റാണ്. അതിനെതിരെ പ്രവീൺ കൊടുത്തിരിക്കുന്ന കേസ് വളരെ ന്യായമായിട്ടുള്ള കേസാണ്. അത് ആ വഴിക്ക് പോട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഇവർ യൂട്യൂബേഴ്സാണ്, ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇവർ യൂട്യൂബിൽ വന്നിരുന്ന ഈ ഫാമിലി പ്രശ്നങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിന്റെ 2 സൈഡും അതിൽ അവർ ഉദ്ദേശിച്ച കാര്യവും ഉദ്ദേശിക്കാത്ത കാര്യം പല രീതിയിലുള്ള ന്യായീകരണമായിട്ടുള്ള പല തരത്തിലുള്ള യൂട്യൂബേഴ്സ് വരും. അപ്പോൾ ഒരു കാരണവശാലും യൂട്യൂബിൽ നിന്നൊരു നീതി അതിന് കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇടുന്നത്, യൂട്യൂബിൽ ആ വീഡിയോ ഇടുന്നത്? അവർക്ക് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പക്ഷേ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല റിയാക്ഷൻ ചാനൽസും ഈ റിയാക്ഷൻ ചാനൽസ് അല്ല എങ്കിൽ പോലും ആരാണെങ്കിലും അത് എടുത്ത് പല രീതിയിൽ വ്യാഖ്യാനിക്കും. അവരുടെ കാണുന്ന ഫോളോവേഴ്സ് ആണെങ്കിലും പല രീതിയിലായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുക. പിന്നീട് വന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഉദ്ദേശം അങ്ങനെയാണ് ഉദ്ദേശം ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഈ സംഭവത്തിൽ നടന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം പ്രവീൺ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, യൂട്യൂബിൽ നിന്ന് ഒരു നീതിയും ലഭിക്കില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് വീഡിയോ പ്രൈവറ്റ് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. അത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്ത് നീതിയാണ് അവർ യൂട്യൂബിൽ നിന്ന് പ്രതീക്ഷിച്ചത്? അവരുടെ ഫാമിലി ഉണ്ടായ പ്രശ്നം യൂട്യൂബേഴ്സ് വന്ന് തീർത്ത് കൊടുക്കുന്നതാണോ അവർ പ്രതീക്ഷിച്ചത്? ഒരിക്കലും ഇല്ല. ഇവർ യൂട്യൂബേഴ്സിനോട് ഒരു ഫാമിലി ബ്ലോഗിലാകുമ്പോൾ കുറച്ച് പേരെ കാണാതെ വരുമ്പോൾ അവർ ചോദിക്കും, അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥമായതുകൊണ്ട് ഒരു വീഡിയോ ഓക്കെ. പക്ഷേ അവർ ഈ ഫുൾ ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് യൂട്യൂബിലിട്ട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണെങ്കിലും ഈ പ്രശ്നം അവർ തമ്മിൽ സോൾവ് ചെയ്ത് കോംപ്രമൈസ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവൻ ആ മഴവിൽ കേരളത്തിൽ വന്ന വീഡിയോയിലാണെങ്കിലും അവർക്ക് പരാതിക്ക് പോകാനോ സംഭവത്തിനൊന്നും താല്പര്യമില്ലെന്നുള്ള കാര്യം അവർ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രവീണാണെങ്കിലും പ്രണവാണെങ്കിലും അവർ അച്ഛനമ്മ മക്കൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. അത് എന്തൊക്കെയാണെങ്കിലും അവർ തമ്മിൽ കോംപ്രമൈസ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ അവർ പ്രൈവറ്റ് ആക്കി. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അടുത്ത സംഭവമായിട്ട് വന്നിരിക്കുന്ന മഴവിൽ കേരളത്തിൽ മഴവിൽ കേരളത്തിന് എതിരായിട്ട് കൊടുത്തിരിക്കുന്ന കേസാണ്. ആ സംഭവം അതിന്റെ വഴിക്ക് നടത്തി അതിലൊരു ന്യായമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അതങ്ങനെ തന്നെ പോട്ടെ. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് യൂട്യൂബിൽ എത്ര വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, എത്ര വലിയ ഫാമിലി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് കൊണ്ടുവന്ന് യൂട്യൂബിൽ മെഴുകിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ കൊള്ളാം. കാരണം നമ്മൾ പലരും ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ലൈഫ് എല്ലാം കമ്പയർ ചെയ്യുന്നവരാണ്. എന്ത് സ്നേഹത്തിലാണ് അവർ ജീവിക്കുന്നത്, അവർ സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും മരുമോൾ തമ്മിലാണെങ്കിലും അവരുടെ ആ ഒരു ബോണ്ടിങ് സംഭവങ്ങളെല്ലാം നമ്മൾ അവരുടെ റീലിലൂടെ നമ്മൾ മനസ്സിലാക്കി അവരുടെ ലൈഫ് നമ്മൾ അസൂയോടെ നോക്കി കണ്ടിരുന്നായിരുന്നു. പക്ഷേ റിയൽ ലൈഫും രണ്ടും ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് കാണിച്ചു തന്നൊരു സംഭവമാണിത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് പറയാം.